കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന നവ്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നയനെ അറിയുവാണ്. പിന്നീട് നവ്യനെ രക്ഷിക്കാനായിട്ട് നയനെ തീരുമാനിച്ചു. അങ്ങനെ ആദർശിനോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നയനെ കുറിച്ച് താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശിനോട് പോയി പറയുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ആദർശ് വിശ്വസിച്ചില്ല. പിന്നീട് ആദർശ് ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയണം. അതെങ്ങനെയാലും അറിഞ്ഞാൽ മതിയാകുള്ളൂ. ആരുടെയും തന്ത്രമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദർശ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ നവ്യം നിർമ്മലിനെ പോയി കണ്ടായിരുന്നു. പക്ഷെ നിർമ്മല നവ്യനെ ഭീഷണിപ്പെടുത്തുക ചെയ്തേ. ഇതെല്ലാം അറിഞ്ഞ് നവ്യ ആകപ്പാടെ പെട്ടാ വീട്ടിലേക്ക് വരുന്നേ. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആരുടെയെങ്കിലും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യക്ക് പറയാനൊരു അവസരം കിട്ടിയത് നയനയോട്. നയന ആ കാര്യങ്ങളെല്ലാം അറിയുവാണ്. നവ്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു നിർമ്മലിനെ കുറിച്ചൊക്കെയുള്ള. ആദ്യം ഒന്നും ഇത് കേട്ടിട്ട് നയന വിശ്വസിച്ചില്ല. കാരണം തന്റെ ചേച്ചി കള്ളം പറയാണ്. ഇതിനു മുമ്പ് ഇതുപോലെ ഗർഭനാടകമൊക്കെ കളിച്ചല്ലോ. അപ്പൊ ആ ഒരു വിശ്വാസമായിരുന്നു നയനയ്ക്കുണ്ടായിരുന്നത്. പിന്നീട് കാണിച്ചു കൊടുക്കണം ഫോണിനകത്ത് അവനെ അയച്ചു വിട്ട ഫോട്ടോസൊക്കെ. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ നയനയ്ക്കും മനസ്സിലായി. പക്ഷെ നയന ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ? ചേച്ചിയുടെ അറിവോടെയാണോ ഈ ഫോട്ടോസൊക്കെ? നവ്യ ആണയിട്ട് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ തെറ്റുകാരിയല്ല. എന്റെ കോളേജ് ഫ്രണ്ട് മാത്രമായിരുന്നു അവന്. നിനക്കറിയാവുന്നല്ലേ അവന്. അതിലപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ ഇപ്പോഴ് അവൻ എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടപ്പോൾ നയനയ്ക്കൊരു കാര്യം മനസ്സിലായി. ആരും ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ നവ്യ പറഞ്ഞേ, അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ മാത്രമേ ഉള്ളത്. അവനെ മാത്രം ഞാൻ കണ്ടുള്ളെന്ന് പറയാണ്. പക്ഷെ നയനയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് ഒരുക്കമല്ലായിരുന്നു. പിന്നീട് നയന എന്ത് ചെയ്യുവാണ്, ഒരു കാര്യം ഉറപ്പിച്ചു. തന്റെ മനസ്സിൽ തന്നെ ഇട്ടത് ഇങ്ങനെ പെരുപ്പിച്ചിട്ട് കാര്യമില്ല. ആദർശായിട്ട് സത്യങ്ങളൊക്കെ അറിയണം. ഇതിനു മുമ്പ് നവ്യയുടെ ഗർഭനാടകത്തില് താൻ പെട്ടുപോയതാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഈ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആദർശനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ ആദർശനോട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നവ്യ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ആദർശം നയനേനെ ചീത്ത പറയണം. നിന്റെ ചേച്ചിയല്ലേ ആള്, ഇതല്ല ഇതിലപ്പുറം വന്നെന്നിരിക്കും. അവിടെ ശരിക്കും പോയതായിരിക്കും അവന്റെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടപ്പോ നയനയ്ക്ക് നല്ല ദേഷ്യം വന്നു. നയന പറഞ്ഞു, ചേച്ചി ഗർഭനാടകമൊക്കെ കളിച്ചു. പക്ഷെ അത് ശരി തന്നെ. പക്ഷെ എന്റെ ചേച്ചിക്ക് അങ്ങനെ സ്വഭാവ ദൂഷ്യമൊന്നുമില്ല. ചേച്ചി ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയൻ അഭയ മാത്രമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല നിനക്കതെങ്ങനെ ഉറപ്പായിട്ട് അറിയാൻ പറ്റും? എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ചേച്ചി വഴി പഠിച്ച് പോയിട്ടൊന്നുമല്ല. പക്ഷേങ്കിൽ ഇതാരും മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തിരിക്കുന്ന ഒരു പക്ഷെ നിർമ്മലിന്റെ പുറകെ വേറെ ആരെങ്കിലും കാണുമായിരിക്കും എന്ന് പറയാം. പക്ഷെ ആദർശം ഒന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. ആദർശ് പറഞ്ഞു, നിന്റെ ചേച്ചിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒന്നൊരു പ്രശ്നങ്ങൾ ഒതുങ്ങി തീരുന്നുള്ളൂ. അതിന്റെ കൂടെ അടുത്ത പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും പറയില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നയന പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ വന്ന് സംസാരിച്ചതിന് കാരണം എന്താണെന്നറിയാവോ? ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു എന്നോട് എന്തെങ്കിലും പറയാത്തേന്ന്. അതുകൊണ്ട് പറഞ്ഞ ഇനിയിപ്പം ഞാൻ ഇതിന്റെ പേരിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. എന്നുള്ള ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എനിക്ക് എന്റെ ചേച്ചിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. എന്റെ ചേച്ചി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് പുറകെ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണെങ്കിൽ നന്ദു വല്ലാത്ത സങ്കടത്തിലായിരുന്നു. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് നന്ദു നിൽക്കുന്നത്. അങ്ങനെ നന്ദു പുറത്തു പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വെച്ച് അബീനെ കാണുന്നുണ്ട്. അബീനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദു ഒരു അകലം വെച്ച അനിയോട് സംസാരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ തന്റെ മനസ്സിലുള്ള ഇഷ്ടം ഇനിയിപ്പോൾ അവൻ അറിഞ്ഞാലോ, അതൊരു കാരണവശാലും പാടില്ല. അത് വേണ്ടെന്നൊക്കെ കരുതി. അങ്ങനെ നന്ദു പോയി കഴിഞ്ഞപ്പോൾ നന്ദുവിന്റെ സ്കൂട്ടി കേടായി പോവാണ്. കേടായി പോയി കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേ വിടാം, വാ കയറാനൊക്കെ പറയുന്നുണ്ട്. നന്ദുവിന് ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അനിയുടെ വണ്ടി വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അനി വീട്ടിൽ കൊണ്ടുവന്ന് വിടുവാണ്. വീട്ടിൽ കൊണ്ടേ വിട്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ വീട്ടിൽ കയറി എല്ലാവരും കനകയോടും ഗോവിന്ദനോടും എല്ലാം സംസാരിച്ചിട്ടാ പോകുന്നത്. സംസാരിച്ചിട്ട് പോയി കഴിയുമ്പോൾ തന്നെ നന്ദുവിന് വല്ലാത്ത സങ്കടം ഒന്നാകുന്നുണ്ടായിരുന്നു. പോയ ഉടനെ എന്ത് ചെയ്യുവാണ്, ഗോവിന്ദനും കനയും നന്ദുവിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയണം. നിന്നോട് ഞാൻ പറഞ്ഞു തരായിരുന്നോ അവന്റെ കൂടെ അടുപ്പത്തിലൊന്നും പോവരെന്ന്. വീണ്ടും നീ ഓരോന്നൊക്കെ ഒപ്പിച്ചു വെക്കാനാണെന്നൊക്കെ ചോദിച്ചോണ്ട് കനക ദേഷ്യപ്പെടുക. അത് മാത്രമല്ല ഗോവിന്ദന് നന്ദുവിനെ ചീത്ത പറയാൻ നന്ദുവിനെ കർണത്തടിക്കുകയൊക്കെ ചെയ്തു. സങ്കടം സഹിക്ക വയ്യാതെയാ. ഈ സമയത്താണ് അനി അങ്ങോട്ട് കയറി വരുന്നത്. അനി തിരിച്ച് റിട്ടേൺ കയറി വന്നേ. വണ്ടിയുടെ കീ അവിടെ വെച്ച് മറന്നുപോയായിരുന്നു. നന്ദു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സങ്കടമായി. എനിക്ക് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കനക എന്താ പറഞ്ഞേ? കനക പറഞ്ഞു, ഇവളുടെ ഡ്രസ്സിങ്, ഇവൾ ഈ ആൺവേഷം കിട്ടി നടക്കുന്നതുകൊണ്ട് ഗോവിന്ദേട്ടൻ വഴക്ക് പറഞ്ഞു, അതുകൊണ്ട് ആ വിഷമത്തിൽ കരയുന്നതാണ്. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, നന്ദു വിഷമിക്കണ്ട കേട്ടോ,
നന്ദുവിന് സാരി നന്നായിട്ട് ചേരുമായിരിക്കും, നന്ദുവിന് സാരിയൊക്കെ ഉടുത്തോണ്ട് നടന്നാൽ മതി, അനാമേനെ കണ്ടില്ല അതുപോലെ നടന്നാൽ മതി എന്നൊക്കെ പറയാണ്. പക്ഷെ നന്ദുവിന് വല്ലാത്ത സങ്കടമായിരുന്നു. നന്ദു ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അനി അങ്ങോട്ട് പോയി. പക്ഷെ രാത്രി കിടന്നിട്ട് കനയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കനകയുടെ ഉള്ളില് അനിയും നന്ദുവും മാത്രമായിരുന്നു. ഇനി അവരെന്തെങ്കിലും കടുകയോ ചെയ്യുവോ തങ്ങൾ അറിയാതെ. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുവാണ് കനക. നന്ദുവും അനിയും കൂടെ കല്യാണം കഴിച്ച് വന്ന് നിൽക്കുന്നത് ആ ഒരു സ്വപ്നമായിരുന്നു കണ്ടത്. അത് കണ്ടതും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. സ്വപ്നമാണോ സത്യമാണോ എന്നറിയത്തില്ലാതെ വെട്ടി വേർത്ത് കനകേനെ. പെട്ടെന്ന് കനക എഴുന്നേറ്റ് പോയി നോക്കിക്കഴിയുമ്പോഴത്തേനും നന്ദു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനമായത്. എൻ്റെ ഭഗവാനെ, ഒന്നും സംഭവിച്ചിട്ടില്ല, തൻ്റെ സ്വപ്നം മാത്രം വരുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കനകയുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. ഈ സമയം ഗോവിന്ദൻ വന്നൊരു കനകയോട് ചോദിക്കുന്നുണ്ട്. കനക തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാണ്, താങ്കളുടെ സ്വപ്നത്തെക്കുറിച്ചൊക്കെ. ഇത് കേട്ട് ഞാൻ ഗോവിന്ദൻ പറഞ്ഞു, നിന്റെ ഉള്ളിൽ എപ്പോഴും ഈ ചിന്തകൾ ഉള്ളതുകൊണ്ടാ, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. നമ്മുടെ മോൾ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ചെയ്യത്തില്ല, അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കനകനെ. പിന്നീട് ആദർശാണ് ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ. അവൾ വന്ന് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആദർശ് തൻ്റെ ഫ്രണ്ടായി SIനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്, നവ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അവൾ കോളേജ് പഠിക്കുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനിപ്പോഴിങ്ങനെ ഫോട്ടോസ് അയച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക, സാറിനൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ആദർശ് പറഞ്ഞു കംപ്ലൈൻറ്റ് ഇപ്പോൾ തരാൻ പറ്റില്ല, കാരണം കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും അറിയും. ഇപ്പം ആരും അറിയാതെയാണ് ഈ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. സാറിന് അൺഒഫീഷ്യലായിട്ടൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അവസാനം പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൻ എങ്ങനെയുള്ളവനാണെന്നൊക്കെ അന്വേഷിക്കാമെന്ന് പറയാണ്. അപ്പോൾ ആദർശന് സമാധാനമായത്. പക്ഷേങ്കിൽ ഈ സമയത്ത് നവ്യയുടെ ഉള്ളിലാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. അബി ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? അവൻ പറഞ്ഞും കൂടെ കഴിഞ്ഞു ഓൾറെഡി. വേറെ എന്ത് സഹിക്കും? നിനക്ക് ആരുടെയും ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന്. ഇപ്പം എങ്ങാനും ഇനിയിപ്പോൾ വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പട പ്രശ്നമാണ്. അതിനു മുമ്പ് ഒന്ന് ഒതുക്കി തീർക്കണം. എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നവ്യയുടെ ഫോണിലേക്ക് വീണ്ടും മെസ്സേജ് വരുവാണ്. അതെടുത്ത് നോക്കിക്കഴിയുമ്പോൾ നവ്യക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൻ്റെയും കൂടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് രീതിയിൽ വൃത്തിയായിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടേക്കുവാണ്. ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് കയറി വരുന്നത്. നയനെ കാണിച്ച് ഈ വീഡിയോസ് ഇത് കണ്ടപ്പോൾ നയന പറഞ്ഞു, ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്താണെങ്കിലും ആരാണെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചാൽ പറ്റുള്ളൂ എന്ന് പറയാണ്. പിന്നീട് ആദർശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ വീഡിയോസിൻ്റെ എല്ലാം കാര്യം. പിന്നീട് നയന പറയുകയും ചെയ്തു, ഇതിൻ്റെ പിന്നിൽ അബിയുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന്. ഇത് കേട്ട് ഇപ്പോൾ ആദർശ് പറഞ്ഞു, അബിയോ? സ്വന്തം ഭർത്താവ് ഇതിനൊക്കെ കൂട്ടു നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അബിയുടെ കാര്യം ഏതുണ്ടെന്നും വിശ്വസിച്ചുകൂടാ, അവൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യും. ഒരുപക്ഷെ ചേച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനെങ്കിലും ആണോന്ന്. പക്ഷെ ആദർശ് അതൊന്നും വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയിരുന്നില്ല. ആദർശ് എന്നിട്ട് നവ്യേനെ കുറ്റപ്പെടുത്തുക ചെയ്തേ. ഇത് കേട്ട് നയന പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാവരും കുറ്റപ്പെടുത്തിക്കോ, ഞാൻ ഇനി എന്താണെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു, അവൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയണം, അതിന് തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. നയനയ്ക്കും വല്ലാത്ത സമാധാനക്കേടായിരുന്നു നവ്യയുടെ കാര്യം ഓർത്തിട്ട് തന്നെ. ഈ സമയത്താണെങ്കിൽ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ കല്യാണക്കുറിയൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ ഇനി വിളിച്ചു തുടങ്ങണം. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു മൂർത്തി മുത്തശ്ശനും ദേവേനും എല്ലാവരും കൂടെ. അപ്പോൾ മുത്തശ്ശൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് നയനും മുറപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മുത്തശ്ശന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പം നയനയ്ക്ക് തോന്നി ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞിരുന്ന് കഴിയുമ്പോഴത്തേനും മുത്തശ്ശന് ഒരു ബുദ്ധിമുട്ടാകും. അപ്പോൾ എല്ലാവരും കൊണ്ടൊന്ന് പാർക്കിലൊക്കെ പോകണം, മുത്തശ്ശനെ കൊണ്ട് പാർക്കിൽ പോകാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറഞ്ഞ് മുത്തശ്ശൻ മാത്രമാകണ്ട, എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് പോകാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പാർക്കിലൊക്കെ പോകുന്നുണ്ട്. മുത്തശ്ശൻ്റെ മനസ്സിൻ്റെ സന്തോഷം അതാണല്ലോ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല നയന ചെയ്യുന്നത്, മുത്തശ്ശൻ്റെ ഫ്രണ്ട്സിനെ, മുത്തശ്ശൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് അവരെയും കൂടെ കൊണ്ടുവന്ന് മുത്തശ്ശനൊരു മനസ്സിൻ്റെ ഒരു സന്തോഷമൊക്കെ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞ കാര്യമായിരുന്നു, മുത്തശ്ശൻ്റെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, ഒരു കാരണവശാലും ആ മനസ്സ് വേദനിക്കരുതെന്ന്. അപ്പം മുത്തശ്ശൻ്റെ മനസ്സ് സന്തോഷിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നയന ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ആദർശൻ ദേവേനെ ഇതൊക്കെ കാണുന്നുണ്ട്. മുത്തശ്ശന് നയനയുടെ സ്നേഹം എത്രയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും കണ്ട് ദേവാനിക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. ദേവാനി ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് കുത്തും കൂളും വെച്ച് നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ നയന ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം നയനയ്ക്കറിയാം താൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലും മുത്തശ്ശന് വേണ്ടിയിട്ടാണ്, മുത്തശ്ശന് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വേദനിക്കും, അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അത് മാത്രമല്ല നവ്യനെക്കുറിച്ചുള്ള ചിന്തകൾ നയനയുടെ അലട്ടുന്നുണ്ടായിരുന്നു. ഇത് ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് എന്ത് സംഭവിക്കാം, അതൊരു കാരണവശാലും അറിയാൻ പാടില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഈ വിഷയം ഒതുക്കി തീർക്കണം. അപ്പം അവനെ പോയി കാണുകയോ വേണ്ട. അങ്ങനെ കാണാൻ തന്നെ നയന തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് നവ്യ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നവ്യയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്തേക്കാന്ന് ഓർത്ത് അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ നയന വന്നുകൊണ്ടാണ്
നവ്യയുടെ ജീവൻ രക്ഷപ്പെടുന്നത്. പിന്നീട് നവ്യനെ ചേർത്ത് വേണ്ടി ആശ്വസിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ തളർന്നിരിക്കുന്നതുകൊണ്ടാ, ചേച്ചി ശക്തമായിട്ട് അവനെതിരെ പ്രതികരിക്കണം. അവനിനി ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പൊളിച്ചെടുക്കണം, പിന്നെ അവൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ നല്ല രീതിയിൽ അവനെ ചീത്ത പറഞ്ഞ് ഫോൺ വെക്കുവാണ്. ഇനി നിന്നെ ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റുമായിട്ട് പോവാന്ന്. ഇതറിഞ്ഞപ്പോൾ അവനൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അവൻ അബിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അവൾ കംപ്ലൈൻറ്റ് കൊടുക്കാനൊന്നും പോകത്തില്ല. അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകണമെങ്കിൽ ഞാൻ വേണമല്ലോ കൂടെ, ഞാനല്ലേ ഉള്ളേ. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കുക. അത് മാത്രമല്ല, ഇത് പാതി വഴിക്ക് ഈ ഗെയിം ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അറിയാലോ, നീ എന്നെ വിളിക്കുന്നു, പിന്നെ നീ അത് മാത്രമല്ല ഫോട്ടോസൊക്കെ തന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഫോണിനകത്തുണ്ട്. നിനക്ക് ഇടയ്ക്ക് വെച്ച് എങ്ങാനും ഫോണെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊടുക്കുമെന്ന് പറയാണ്. അങ്ങനെ നിർമ്മല പെട്ടുപോയി. നിർമ്മലിനി ഒഴിഞ്ഞു പോകാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത് അബിയുടെ കൂടെ നിന്നില്ലെങ്കിൽ അബി ഇനിയിപ്പം താനാണ് ഇതിന്റെ പിന്നിലെ ചതി, അല്ലെങ്കിൽ താൻ ആ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും. പോലീസും കേസും ആവും, ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടേ വരും. അതൊന്നും പാടില്ല. അപ്പം ഇനിയിപ്പോൾ ഏക വഴി എന്ന് പറയുന്നത് നവ്യനെ തകർക്കുക മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ വീണ്ടും നവ്യനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, ആദർശ് ഇനിയിപ്പം നവ്യനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന, ആദർശ് മാത്രമല്ല നയനെയും കൂടെ കൂടി ചേർന്നിട്ട് നവ്യനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിൻ്റെ പുറയിൽ ആരാ ഉള്ളത്, അവൻ എങ്ങനെയുള്ളവനാണ്, അവൻ്റെ ഉദ്ദേശം എന്താണ്, പണമാണോ അവൻ്റെ പ്രശ്നം, പണത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചില പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ഗെയിമുകളൊക്കെ ആദർശം നയനയും ചേർത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.